മോദി ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഓഹരി മൂല്യം 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം 300 രൂപ ഓഹരി മൂല്യം ഉണ്ടെന്ന് പെരുപ്പിച്ച് കാണിച്ച് SBIയിൽ നിന്നൊക്കെ കോടാനുകൂടി ലോൺ എടുത്ത് കൊണ്ടുപോയി പറ്റിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അയാൾ പൊട്ടിയാൽ നമ്മുടെ SBIയും നമ്മുടെ LIC എല്ലാം കൂടെ പൊട്ടാൻ പോകുന്നത് എന്നോർക്കണം. നരേന്ദ്രമോദിയെക്കുറിച്ച് ആൾക്കാർ പറയും നരേന്ദ്രമോദി ചികിത്സയ്ക്ക് പോലും പണം ചിലവാക്കിയിട്ടുള്ള ആളല്ല, അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ വമ്പൻ സംവിധാനങ്ങളുടെ ദിവസം മുഴുവൻ വർഷം മുഴുവനുള്ള പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമാണത്. അദ്ദേഹത്തിന് വേറെ ചികിത്സിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം അദ്ദേഹത്തിന് നേരിട്ട് മോദി വല്ല അഴിമതി നടത്തിയോ, മോദി ആർക്കൊണ്ട് കൊടുക്കാനാണ്, മോദിയുടെ കുടുംബം വികസിപ്പിച്ചോ എന്ന് ചോദിക്കും. മോദിയുടെ കൂടെയുള്ള ആൾക്കാർ വലിയ തോതിലുള്ള അഴിമതി ആരോപണം നേരത്തെയും കേട്ടിട്ടുണ്ട്. അമിത്ഷായുടെ മകൻ ഭയങ്കരമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ള ആരോപണം കേട്ടുള്ള ആളാണ്. അമിത്ഷായുടെ മോൻ അങ്ങനെ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാനൊന്നും ആയിരുന്നില്ല. പക്ഷേ മോദി റെജീം വന്നതിന് ശേഷം അദ്ദേഹം ഭയങ്കരമായ സാമ്പത്തിക ലാഭം അദ്ദേഹത്തിൻ്റെ കമ്പനികളുണ്ടാക്കി എന്ന ആരോപണം നമ്മുടെ മുമ്പിലുണ്ട്. അജിത് ഡോവൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉപദേഷ്ടാവാണ്. അജിത് ഡോവലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കച്ചവടമുള്ളതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഓൾറെഡി പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, അദാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തുടങ്ങിയതാണ്. മുംബൈയിൽ ഏതോ ലോക്കൽ ഒരു കമ്പനിയിൽ ജോലിയുണ്ടായിരുന്ന സഹോദരങ്ങൾ, അതിലൊരാൾ പെട്ടെന്ന് വരുന്നു, വജ്രവ്യാപാരിയാവുന്നു, മുദ്ര പോർട്ട് അവർക്ക് പതിച്ച് കിട്ടുന്നു, വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ഭൂമി കിട്ടുന്നു, കോടീശ്വരനാകുന്നു, ലോകത്ത് തന്നെ 3ാമത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറുന്നു. ഇവിടെ എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? മോദി ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഓഹരി മൂല്യം 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം 300 രൂപ ഓഹരി മൂല്യം ഉണ്ടെന്ന് പെരുപ്പിച്ച് കാണിച്ച് SBIയിൽ നിന്നൊക്കെ കോടാനുകൂടി ലോൺ എടുത്ത് കൊണ്ടുപോയി പറ്റിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അയാൾ പൊട്ടിയാൽ നമ്മുടെ SBIയും നമ്മുടെ LIC എല്ലാം കൂടെ പൊട്ടാൻ പോകുന്നത് എന്നോർക്കണം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കിയ കണക്കെടുത്ത് നോക്കിയാൽ പതഞ്ജലി ആരൊക്കെ കൂടിയാണ് പ്രൊമോട്ട് ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഏതൊക്കെ മഹാന്മാരാണ് പതഞ്ജലിയെ പ്രൊമോട്ട് ചെയ്തത്? പതഞ്ജലി കോടാനുകൂടി ഉണ്ടാക്കി, വല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അതിൻ്റെ ക്വാളിറ്റി ലോസ് ഇഷ്യൂസിനെ, ക്വാളിറ്റി ഇല്ലായ്മയെക്കുറിച്ച് ഓരോ ദിവസവും തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, സ്തുതിപാഠകരായി കൂടെ നിൽക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായി കൂടെ നിൽക്കുന്നു. അവരൊക്കെയും ദുരൂഹമായ വ്യക്തികളായ പല ആൾക്കാരുമുണ്ട്. മോദിയുടെ അഹമ്മദാബാദിലെ ഭരണം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം നിയമസഭയല്ല, അദ്ദേഹത്തിന് വേറെ തന്നെ ഓഫീസായിരുന്നു. നിയമസഭയെ അദ്ദേഹം അങ്ങനെ ആ നിലയ്ക്ക് വാല്യൂ ചെയ്തിട്ടുള്ള ആരോപണം അന്നേ ഉണ്ട്. കാരണം സഭാ സെഷനിൽ പോലും പങ്കെടുക്കാതെ ഓഫീസിൽ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തെ ബിൽഡ് ചെയ്യാൻ പണിയെടുത്ത ആൾക്കാർ, അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഈ കാലം കൊണ്ട് എന്താണ് ഇന്ത്യയോട് ചെയ്തത്, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയോട് ചെയ്തത്, ഇന്ത്യൻ രാഷ്ട്രീയത്തോട് ചെയ്തതിൻ്റെ പുതിയ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എക്കാലത്തേക്കുമായി മൂടി വയ്ക്കാൻ കഴിയുന്ന ഒരു മതിലൊന്നും എവിടെയും ഇല്ലല്ലോ. അപ്പോൾ ഇത് വലിയ ചോദ്യങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നതാണ്. ഇത് മഞ്ഞുമലയുടെ ടിപ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വലിയ എന്തൊക്കെയോ ഇനിയും വരാനിരിക്കുന്നുണ്ടെന്നത് ഉറപ്പാണ്.